ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പൗച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കണോ? ഇതിന് വെറും കുറച്ച് സാധനങ്ങൾ മതി. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒട്ടിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കേഴ്സോ എന്തോ ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമ്മൾ A4 ഷീറ്റ് എടുക്കാം. A4 ഷീറ്റ് കുറച്ച് സാധനങ്ങളും വെച്ചിട്ട് നല്ല രസത്തിലുള്ള ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഡിസൈൻസും കൊടുക്കാം. നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാം. ഫസ്റ്റ് വൺ A4 ഷീറ്റ് വേണം. A4 ആൻഡ് അപ്പോൾ ഗൈസ്, ഇതിനകത്ത് വെറും കുറച്ച് സാധനങ്ങൾ മതി. ഫസ്റ്റ് ഇത് A4 ആൻഡ് ഇൻസുലേഷൻ, പിന്നെ സ്റ്റിക്കേഴ്സ്. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കവായി സ്റ്റിക്കറാണ് എടുക്കുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ചൊരു സ്റ്റിക്കറാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ചിത്രമൊക്കെ വരച്ച് വെക്കുക. അങ്ങനെ ചെയ്താൽ മതി. അതും വിചാരിച്ച് ചിത്രം വരച്ചു കൊടുത്ത് കൊണ്ടുപോയി മടക്കരുത്. ബാക്ക് ഭാഗം എടുക്കാം. നമ്മൾ കുറച്ച് ബാക്ക് ഭാഗം എടുത്തിട്ട് ഈ ബാക്ക് ഭാഗത്തിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട അളവിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ഫോൾഡ് ചെയ്യണം. മൊത്തത്തിൽ ഫോൾഡ് ചെയ്ത് ഒരു കുഞ്ഞ് പീസ് ഇവിടെ അങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് എടുക്കാം. ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ട് അത് ഇങ്ങനെ ഈ സൈഡ് ഭാഗത്തുണ്ടാവില്ലേ, അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഒട്ടും. ഇപ്പോൾ അതാ കേസ്, ഞാനിപ്പോൾ രണ്ട് ഭാഗത്ത് ഒട്ടിച്ചിട്ട് കുറച്ച് അറ്റത്താക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഈ കുറച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇതിങ്ങനെ രണ്ട് ഭാഗത്തും ഒന്ന് ഫോൾഡ് ഇങ്ങനെ ചെയ്ത് വെക്കാം. ഇതേമാതിരി നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമേ. അതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം സ്റ്റിക്കർ എടുത്തത് ഇപ്പം എന്തിനാണോ, ഇതാണ് കവായി സ്റ്റിക്കർ. അറിയാമല്ലോ, ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് വേണ്ടത്ര ഒരു കുഞ്ഞു കവായി സ്റ്റിക്കറാണെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ പ്ലെയിൻ പേപ്പർ ഒരു ഇതില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്ലെയിൻ പേപ്പറിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നത്. എനിക്ക് വരയ്ക്കാനൊന്നൊരു ഇതില്ല. വരയ്ക്കാനൊരു മൂടൊക്കെയുള്ളപ്പോഴല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതാണ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പം പിന്നെ ഈ ഒരു കവായി സ്റ്റിക്കർ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കിനും കീറിപ്പോവും. ഞാൻ പറിക്കാനൊക്കെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഇട്ടതാണ്. ആദ്യം തന്നെ ഈ ഒരു സാധനം നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ എന്തായാലും ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു കുഞ്ഞ് സ്റ്റിക്കർ മാത്രമേ ഇവിടെ ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ ഇത് ഇവിടെ കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾക്കൊരു പൗച്ചിൻ്റെ ഇത് കിട്ടും. അതിനുശേഷം ഇൻസുലേഷൻ ടാപ്പ് എടുക്കാം. ഇതിൻ്റെ തട്ടം കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടൊക്കെ പിടിച്ച് അതിനുശേഷം ഇത് കുഞ്ഞ് പീസ് ഇത്രയുള്ളൊരു പീസാക്കിയിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതാണില്ലേ, ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കും. ഇതിങ്ങനെ 3 ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു. ഞാൻ 3 ഭാഗം ഒട്ടിച്ചില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ 2 ഭാഗം മാത്രം ഒട്ടിച്ചു വെച്ചു. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുറക്കാം, പൂട്ടാം. ഇതിനകത്ത് ഇപ്പോൾ വേണമെങ്കിൽ എന്തും ഉണ്ടാക്കാമെന്നല്ല, എന്തും ഇട്ട് വെക്കാം. ഞാനിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ ടാപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഇൻസുലേഷനോ അല്ലെങ്കിൽ നമുക്ക് കുറേ കളർ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അതും ഇട്ട് വെക്കാം കേട്ടോ. അതിട്ട് വെച്ചു, പൂട്ടി വെച്ചു. ഇതെങ്ങനെ ആക്കിയാലും പോവില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടി ഇതൊക്കെ ഒട്ടിച്ചു വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചുള്ളൂ. കുറേ സ്റ്റിക്കറൊന്നും ഞാൻ ഒട്ടിക്കില്ല. അങ്ങനെ 2 സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമുക്ക് നല്ല സിമ്പിളായിട്ടൊരു പൗച്ചും സെറ്റായി കിട്ടും. ഇതിനകത്തിപ്പോൾ വേണമെങ്കിൽ എന്തും ഇട്ടേക്കാം. പിന്നെ ഇവിടെ നല്ലപോലെ ഇങ്ങനെ അടച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തിട്ടാലും അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിക്കും കാണണ്ട. ഇത് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോഴുള്ള ഒരു ബീഡ്സ് വെച്ച് ഒട്ടിച്ചതാണ്. ഇത് ഞാൻ വെറുതെ ഒട്ടിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റിക്കർ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സീ യു.